ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ജി എസ് ടി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം എന്ന് വെച്ചാൽ ഏതാണ്? ഫ്രാൻസിലാണ്. അതേപോലെ തന്നെ ജി എസ് ടി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ 2016 സെപ്റ്റംബർ 8 എന്നാണ്. 2016 സെപ്റ്റംബർ 8 ജി എസ് ടി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അതനുസരിച്ചിട്ട് ജി എസ് ടി നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 2017 ജൂലൈ 1 നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഏതെന്ന് വെച്ചാൽ അതാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക അത് ഡ്യുവൽ ജി എസ് ടി എന്ന് പറയാം. അതായത് ഇരട്ട ജി എസ് ടി അഥവാ ഡ്യുവൽ ജി എസ് ടി ആണ് ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക. എന്താണ് ഈ ഡ്യുവൽ ജി എസ് ടി എന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ ജി എസ് ടി ചുമത്തുന്നതിനെയാണ് ഈ ഡ്യുവൽ ജി എസ് ടി എന്ന് പറയുന്നത്. എന്താണ് കേന്ദ്ര സംസ്ഥാനം ഒരേപോലെ ജി എസ് ടി ചുമത്തുന്നതിനെ നമ്മൾ ഡ്യുവൽ ജി എസ് ടി അല്ലെങ്കിൽ ഇരട്ട ജി എസ് ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ജി എസ് ടി എന്ന ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. 2005 പി ചിദംബരമാണ് ജി എസ് ടി എന്ന ആശയം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. ഇനി ജി എസ് ടി ബില്ലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജി എസ് ടി ബിൽ പാസ്സാക്കാനായിട്ട് 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പാസ്സാക്കിയ ചോദിച്ചിട്ടുണ്ട് ഏത് സംസ്ഥാനമാണ് ജി എസ് ടി ബിൽ ആദ്യമായിട്ട് പാസ്സാക്കിയതെന്ന് വെച്ചാൽ അസമാണ്. രണ്ടാമത് പാസ്സാക്കിയത് ബീഹാറാണ്. നമ്മൾ പറഞ്ഞല്ലോ 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമായിരുന്നു എന്ന്. അപ്പോൾ ഈ 16ാമതായിട്ട് ജി എസ് ടി ബിൽ പാസ്സാക്കിയത് ഏത് സംസ്ഥാനമാണെന്ന് വെച്ചാൽ ഒഡീഷയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി എന്താണ് ജി എസ് ടി നമ്പറിൽ അക്കങ്ങളുടെ എണ്ണം എത്ര നമ്പേഴ്സാണ് ജി എസ് ടിയിൽ ഉള്ളതെന്ന് വെച്ചാൽ 15 നമ്പേഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ജി എസ് ടി കൗൺസിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12 ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അതേപോലെ തന്നെ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ഇനി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 279A ആണ് എന്തിനെപ്പറ്റി പറയുന്നത്? ജി എസ് ടി കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 279A ആണ്. അതേപോലെ തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട മറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 246A 269A ആണ്. അപ്പോൾ 246A 269A ആണ് ജി എസ് ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അതേപോലെ തന്നെ ജി എസ് ടി കൗൺസിലാണെങ്കിലോ 279A ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് ജി എസ് ടിയുടെ നികുതി നിരക്കുകൾ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? ഏതൊക്കെയാണെന്ന് വെച്ചാൽ 5%, 12%, 18%, 28%. 5, 12, 18, 28 ആണ് നിലവിലുള്ള പ്രധാനപ്പെട്ട ജി എസ് ടി നികുതി നിരക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ പ്രൊജക്റ്റ് സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ജി എസ് ടി മറ്റ് നികുതി സേവനങ്ങളും മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ജി എസ് ടി മറ്റ് നികുതി സേവനങ്ങളും മികവുറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്